മുംബൈയിലുള്ള ഇ.ഡി. ഓഫീസ് ഇപ്പോൾ കത്തിച്ചാമ്പലായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2:30-നായിരുന്നു തീപിടുത്തം. എന്നാൽ എങ്ങനെയാണ് ഇ.ഡി. ഓഫീസ് കത്തിയത് എന്ന കാര്യത്തിൽ മാത്രം യാതൊരു ഉത്തരവും കിട്ടിയിട്ടില്ല. രാജ്യം യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ മുന്നോട്ടു പോകുമ്പോഴാണ് മുംബൈയിലെ തിരക്കേറിയ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഇ.ഡി. ഓഫീസിൽ വൻ തീപിടുത്തം ഉണ്ടായത്. എന്നാൽ ഇത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നിരവധി ഫയലുകൾ സൂക്ഷിച്ച ഈ കെട്ടിടത്തിൽ ഏതൊക്കെ രേഖകൾ കത്തിനശിച്ചു എന്നൊക്കെ ഇനി കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. സംഭവത്തിൽ മരണമോ ആർക്കും പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയിലെ തന്ത്രപ്രധാനമായ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ അധികാരികൾ അന്വേഷണം ആരംഭിച്ചു വരികയാണ്. 5 നില കെട്ടിടത്തിന്റെ 4 നിലകളിലും തീ പടർന്നു. 6 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഏറെ പണിപ്പെട്ടാണ് തീ അണച്ചത്. ദക്ഷിണ മുംബൈയിലെ ബെല്ലാഡ് എസ്റ്റേറ്റിലുള്ള ഇ.ഡി. ഓഫീസിലാണ് തീപിടുത്തം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തീപിടുത്തമുണ്ടായതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് അഗ്നിശമന സേനയുടെ നിരവധി യൂണിറ്റുകൾ ഉടൻ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചു. എങ്കിലും ആദ്യഘട്ടത്തിൽ സാധിച്ചില്ല. പിന്നാലെ തീ വിവിധ നിലകളിലേക്ക് പടർന്നു. ഇ.ഡി. ഓഫീസ് ആയതിനാൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി സുപ്രധാനമായ രേഖകളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അതിനാൽ തീ ആളിപ്പടർന്നത് അധികാരികളെ ആശങ്കപ്പെടുത്തുകയാണ്. ഇവിടെയാണ് ഇനി ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാകുന്നതും ഏതൊക്കെ രേഖകളാണ് നഷ്ടപ്പെട്ടുവെന്ന് അറിയേണ്ടതും. കുരുമ്പോയി റോഡിലെ ഗ്രാൻഡ് ഹോട്ടലിന് സമീപമാണ് തീപിടുത്തം ഉണ്ടായത്. ഇ.ഡി. ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ബഹുനില മന്ദിരമായ കൈസർ ഹിന്ദ് കെട്ടിടമാണ് അഗ്നിക്കിരയായത്. തീ ആളിപ്പടർന്നതിനാൽ 8 ഫയർ എഞ്ചിനുകൾ, 6 ജംബോ ടാങ്കറുകൾ, ഒരു ഏരിയൽ വാട്ടർ ടവർ, ടെൻഡർ റെസ്ക്യൂ വാൻ, ക്വിക്ക് റെസ്പോൺസ് വാഹനം, ആംബുലൻസ് എന്നിവ സ്ഥലത്തെത്തി വിന്യസിക്കേണ്ടി വന്നതായും അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. വലിയ തീപിടുത്തമാണ് ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതേസമയം തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് യാതൊരു വ്യക്തതയും ഇതുവരെ വന്നിട്ടില്ല. തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്ന് പറയുന്നത് മുംബൈ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇതിൽ അട്ടിമറിയുണ്ടോ എന്ന സംശയവും ഉയരുകയാണ്.